എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗർഭനിരോധന ഗുളികകളും അവ വരുത്തിവെക്കുന്ന അപകടങ്ങളും, അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിൽ പലർക്കും ധരിക്കാൻ മടിയാണ്. യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതിന്റെ കാരണവും. അതുകൊണ്ട് ഇത്തരം അവസ്ഥയിൽ പല പുരുഷന്മാരും സ്ത്രീകളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഐപ്പിൽ പോലെയുള്ള ഗുളികകൾ എടുക്കാൻ. അതെ, ഇതാകുമ്പോൾ 72 മണിക്കൂർ വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഏത് സമയത്തും നിങ്ങൾ ഈ ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗർഭം സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ് മറ്റൊരു കാരണവും. എന്നാൽ ഇത് അമിതമായി എടുക്കുന്നതും സ്ത്രീകൾക്ക് തന്നെയാണ് ദോഷം വരുത്തുന്നത്. ചില ഡോക്ടർമാർ പറയുന്നുണ്ട്, വിവാഹത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ ഗുളികകൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന്. ഇത് മറ്റൊരു തരം അലർജിയും മറ്റൊരു ഹോർമോണൽ ചേഞ്ചസും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നീട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതെ, നിങ്ങൾ വിവാഹബന്ധം നടന്നതിന് ശേഷം നിങ്ങൾ ഒരു ഏകദേശം 1-2 വർഷത്തിലേക്ക് നിങ്ങൾക്ക് ഗർഭം ധരിക്കുന്നില്ല എന്ന് നിങ്ങൾ ആദ്യമേ പ്ലാനിങ് ഉള്ളവരാണെങ്കിലാണ് ഇത്തരം മെഡിസിൻസ് നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ചില പെൺകുട്ടികൾ ഉപയോഗിച്ച് നോക്കാറ്. എന്നാൽ ഇത്തരം ഗുളികകൾ അമിതമായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെ, നിങ്ങളുടെ ശരീരം തന്നെ മോശമായ കാര്യത്തിലേക്കായിരിക്കും നീങ്ങുക. അതുകൊണ്ട് അപകടമായ അത്തരം സിറ്റുവേഷനുകളിൽ മാത്രം, ഇനി മറ്റൊരു മാർഗവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗുളികകൾ ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും വർഷത്തിൽ 1-2 മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഡോസ് കൂടുന്തോറും നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് ദോഷമെന്ന് മനസ്സിലാക്കുക. എങ്കിലും സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് മെഡിസിൻസ് ഉപയോഗിക്കാതെ തന്നെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡ്. ഇതാണ് രണ്ടുപേർക്കും സേഫ് ആയിട്ടുള്ള രീതി. അതുപോലെ കോപ്പർട്ടി പോലെയുള്ള നിക്ഷേപിക്കുന്നതെല്ലാം സ്ത്രീകൾക്കും ഒരു പരിധിവരെ സേഫ് തന്നെയാണ്. അതെ, ഇത്തരം മെഡിസിൻസ് നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അത് ശരീരത്തെയും സൗന്ദര്യത്തെയും കാര്യമായി ബാധിക്കുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. പിന്നീട് ഗർഭം ധരിക്കാൻ സാധ്യത കുറയുന്നത് വരെ ഇത്തരം സർവേയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.